ഹായ്. അടുത്തൊരു ടോപ്പിക്കാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. എന്താണ് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട്? എ കോമ്പിനേഷണൽ സർക്യൂട്ട് കംപ്രൈസ് ഓഫ് ലോജിക് ഗേറ്റ്സ് whose outputs at any time are determined directly from the present combination of inputs without any regarding of previous inputs. The basic components of a combinational circuits are ഇൻപുട്ട് വേരിയബിൾസ്, ലോജിക് ഗേറ്റ്സ്, ഔട്ട്പുട്ട് വേരിയബിൾസ്. ഇതാണ് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇതിൻ്റെ അകത്തുള്ളത് ഒരു N ഇൻപുട്ട് ലൈൻസ് ഉണ്ടാവും, ഒരു കോമ്പിനേഷണൽ ലോജിക്കൽ സർക്യൂട്ട് ഉണ്ടാവും, ഒരു M ഔട്ട്പുട്ട് വേരിയബിൾസ് ഉണ്ടാവും. ഇത്രയാണ് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിലുള്ളത്. ഇനി അടുത്തത് ആഡർ. വാട്ട് ഈസ് ആൻ ആഡർ? ആൻ ആഡർ ഈസ് എ ഡിജിറ്റൽ logic circuit in electronics that is extensively used for an addition of നമ്പേഴ്സിൻ്റെ അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ആഡർ എന്ന് പറയുന്നത്. ബേസിക്കലി രണ്ട് ആഡേഴ്സാണുള്ളത്, ഹാഫ് ആഡറും ഫുൾ ആഡറും. ഫസ്റ്റത്തെ ഹാഫ് ആഡറിൽ രണ്ട് ഇൻപുട്ടുകളും, അതായത് എ എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട്, ബി എന്ന് പറഞ്ഞ വേറൊരു ഇൻപുട്ട്, രണ്ട് ഇൻപുട്ടുകളും അതിൻ്റെ രണ്ട് ഇൻപുട്ടുകൾ ഒരു ഹാഫ് ആഡറിൽ കടത്തിവിടുമ്പോൾ അതിന് കിട്ടുന്ന ആൻസർ ഒരു സമ്മും കാണും, ഒരു ക്യാരിയും കാണും. അപ്പോൾ ഒരു ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ ഹാഫ് ആഡർ? ദ ഹാഫ് ആഡർ ഈസ് എ സർക്യൂട്ട് ദാറ്റ് ഹാസ് ടു ഇൻപുട്ട് ലൈൻസ്, അതായത് എയും ബിയും ടു ഇൻപുട്ട് ലൈൻസ് വിച്ച് ആഡ് ടു ഇൻപുട്ട് ഡിജിറ്റ്സ്. ആ രണ്ട് ഇൻപുട്ട് ഡിജിറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ജനറേറ്റ് ചെയ്യും? ഒരു സമ്മും ജനറേറ്റ് ചെയ്യും, ഒരു ക്യാരിയും ജനറേറ്റ് ചെയ്യും. ഇതാണൊരു ഹാഫ് ആഡർ. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് നമ്മൾ നോക്കുന്നത്. എക്കും ബിക്കും സീറോയുടെയും വണ്ണിൻ്റെയും കോമ്പിനേഷൻസ് എഴുതി. 0 0 0 1 1 0 1 1 ഇത്രയും കോമ്പിനേഷനാണ് ഉള്ളത്. അതിൻ്റെ സമ്മും ക്യാരിയും കിട്ടുന്നത് 0 0 ആഡ് ചെയ്യുമ്പോൾ 0 സമ്മും ക്യാരി സീറോയും, 0യും 1ഉം ആഡ് ചെയ്യുമ്പോൾ സമ്മ് 1 ആയിട്ട് കിട്ടും, ക്യാരി 0. 1ഉം 0യും 1 സമ്മ് ക്യാരി 0. 1ഉം 1ഉം വരുമ്പോൾ സമ്മ് 0 ക്യാരി 1. ക്യാരി 1 വരുന്നത് 1ഉം 1ഉം വരുന്ന കേസിൽ മാത്രം. ഇനി അതിൻ്റെ ഒരു കേമാപ്പ് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണുന്നത്. കേമാപ്പ് വരച്ചിട്ട് രണ്ട് കോമ്പിനേഷൻ എഴുതി. ബി ബാർ എന്ന് കൊടുക്കുന്നത് 0 എന്ന് അതിൻ്റെ അർത്ഥം. ഇത് 0, ഇത് 1. ബിക്ക് രണ്ട് കോമ്പിനേഷൻ, ഒന്നീ 0 അല്ലെങ്കിൽ 1. എക്കും രണ്ട് കോമ്പിനേഷൻ, ഒന്നീ 0 അല്ലെങ്കിൽ 1. ഇനി സമ്മ് വരുന്നത് എവിടെയാണ്? സമ്മ് വരുന്നത് ഇത് സമ്മിൻ്റെ ആട്ടോ, ഇത് സമ്മിൻ്റെ കേമാപ്പ്, ഇത് ക്യാരിയുടെ കേമാപ്പ്. സമ്മിൻ്റെ കേമാപ്പിൽ സമ്മ് എവിടെയൊക്കെ വരുന്നത്? ഫസ്റ്റ് 0 എഴുതണ്ട, 1 വരുന്നത് മാത്രം എഴുതി. 1 വരുന്നത് ഏത് കോമ്പിനേഷനിലാണ്? 0യും 1ഉം വരുന്ന കോമ്പിനേഷനിൽ. ഇവിടെ 0യും 1ഉം വരുന്ന സെല്ല് ഇതാ, അവിടെ 1 എന്ന് ഇട്ടു. ഇനി അടുത്ത 1 വരുന്നത് എവിടെയാണ്? 1ലും 0യിലും, 1ഉം 0 എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ 1ഉം 0 എന്ന് പറഞ്ഞ സെല്ല് ഇത്, അവിടെയും 1 ഇട്ടു. ഇനി അടുത്തത് ഇത് ക്യാരിയിൽ ഒരു സ്ഥലത്ത് മാത്രമേ 1 വരുന്നുള്ളൂ, 1ഉം 1ഉം വരുന്ന കേസിൽ, അതായത് ഇവിടെയും 1ഉം 1ഉം വരുന്ന കേസിൽ. അപ്പോൾ സെല്ല് ഇവിടെ മാത്രം 1. ഇനി അതിൻ്റെ ലോജിക്കൽ സർക്യൂട്ടാണ്. ലോജിക്കൽ ഡയഗ്രം നോക്കുകയാണെങ്കിൽ എയും ബിയും ഒരു എക്സോറിക്കോടെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ സമ്മ് കിട്ടുന്നത്. ഇനി എയുടെയും ബിയുടെയും വാല്യൂ ആൻഡ് ഇൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ക്യാരി കിട്ടുന്നത്. കാരണം ഇവിടെ എയും ബിയും രണ്ടും 1 വരുന്നത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും ഒരു ആൻഡ് ഗേറ്റിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്യാരി കിട്ടുന്നത്. ഇനി അടുത്ത് നോക്കുന്നത് ഫുൾ ആഡർ. ഫുൾ ആഡറിൻ്റെ അകത്ത് 3 ഇൻപുട്ട് ലൈനുകളുണ്ട്. ഒന്ന് എയും ഒന്നും ബിയും പിന്നെ ഒരു ക്യാരി ഇന്നെന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ലൈൻ. 3 ഇൻപുട്ട് ലൈനും 2 ഔട്ട്പുട്ടുകളും. 2 ഔട്ട്പുട്ടിൽ ഒരെണ്ണം സമ്മും ഒരെണ്ണം ക്യാരി ഔട്ടും. ഫുൾ ആഡറിൻ്റെ പ്രത്യേകത 3 ഇൻപുട്ട് ലൈനുകൾ, എ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട്, ബി എന്ന് പറഞ്ഞൊരു ഇൻപുട്ട്, പിന്നെ ഒരു സി ഇൻ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട്. ഇത്രയാണ് ഫുൾ ആഡറിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് 2 ലൈനുകൾ, ഒരു സമ്മും ഒരു ക്യാരി ഔട്ടും. പിന്നെ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫുൾ ആഡർ ആൻഡ് എ ഹാഫ് ആഡർ ഈസ് ദാറ്റ് ദ ഫുൾ ആഡർ അക്സെപ്റ്റ് ആൻ ഇൻപുട്ട് ക്യാരി
മെയിനായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫുൾ ആഡറിൻ്റെ അകത്ത് ക്യാരീനെയും കൂടി ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത് ഇങ്ങനെയാണ്. എയ്ക്കും ബിക്കും വരുന്ന കോമ്പിനേഷൻ 0യുടെയും 1ൻ്റെയും കോമ്പിനേഷൻസ് ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് സീനിൻ്റെ അകത്ത് 0 1 0 1, അതായത് എപ്പോഴും ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും വാല്യൂ. 0 എന്നുള്ളത് 1 ആവും, 1 എന്നുള്ളത് 0 ആവും. എന്നിട്ട് അതിൻ്റെ സമ്മും ക്യാരി ഔട്ടും എഴുതുക. ഇനി അതിൻ്റെ കെ മാപ്പ് റെപ്രസെൻറ്റേഷനാണ് ഇത്. ഇത് ക്യാരിയുടെ കെ മാപ്പ്, ഇത് സമ്മിൻ്റെ കെ മാപ്പ്. ക്യാരിയുടെ കെ മാപ്പ് എഴുതാനായിട്ട് ക്യാരിയുടെ 1 വരുന്നത് ഈ കോമ്പിനേഷനിലാണ്, 0 1 1. ആ കോമ്പിനേഷനിലാണ് 0 1 1, അവിടെയാണ് 1 വരുന്നത്. അപ്പോൾ അവിടെ മാത്രം 1 എന്ന് മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് കെ മാപ്പ് റെപ്രസെൻ്റ് ചെയ്യണത് ഫുൾ ആഡറിൻ്റെ. ഇനി സി ഔട്ടിൻ്റെ കേസിൽ നമ്മൾ കെ മാപ്പ് മിനിമൈസ് ചെയ്യില്ലേ, അതായത് ഇതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യും. അങ്ങനെയാണ് ഇത്, അങ്ങനെ ചെയ്തിട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. എ ബി പ്ലസ് എ ബി പ്ലസ് എ ഇൻറ്റു സി ഇന്ന് പ്ലസ് ബി ഇൻറ്റു സി ഇന്ന്. അങ്ങനെ തന്നെ സമ്മിൻ്റെ കെ മാപ്പ് എഴുതി അതിനെ റെപ്രസെൻ്റ് ചെയ്തു. ഇനി അതിൻ്റെ ലോജിക്കൽ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നമ്മളുടെ സമ്മിൻ്റെ ലോജിക്കൽ ഡയഗ്രാം, അതായത് ആ 3 എണ്ണം എയും ബിയും സി ഇന്നും കൂടി കൂട്ടിയിട്ടാണ് നമ്മളുടെ ഫുള്ളായിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് എയും ബിയും ഒരു എക്സോറിക്കോടെ കടത്തിവിട്ടു. അത് നമ്മളുടെ ഹാഫ് ആഡറിൻ്റെ അകത്ത് ചെയ്ത പോലെ തന്നെ എയും ബിയും എക്സോറിക്കോടെ കടത്തിവിട്ടു. അതിൻ്റെ ആ കിട്ടണേൻ്റെ റിസൾട്ടിൻ്റെ കൂടെ അതും പിന്നെ ഒരു സീൻ ഇന്നും കൂടി ഒരു എക്സോറിക്കോടെ കടത്തിവിട്ടു. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടുന്നത്, ഈ ഹാഫ് ആഡറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതായത് ഈ എ എക്സോർ ബിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു സീൻ ഇന്നും കൂടി കടത്തിവിട്ടു. അപ്പോഴാണ് ഈ ഹാഫ് ആഡറിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. പിന്നെ ഇത് ഓരോ ഹാഫ് ആഡറിൻ്റെ വേറെ വേറെ ആയിട്ട് കാണിക്കുന്നതാണ്. അതായത് ഒരു ഫുൾ ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹാഫ് ആഡർ കൂടുന്നതാണ് ഒരു ഫുൾ ആഡർ. ഇത് ഒന്നാമത്തെ ഹാഫ് ആഡർ, ഇത് രണ്ടാമത്തെ ഹാഫ് ആഡർ. നമ്മുടെ ഒന്നാമത്തെ ഹാഫ് ആഡറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കൂടെ ഒരു സീനിനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ സമ്മ് കിട്ടുന്നത്. ഇതിൻ്റെ ക്യാരി എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ ഹാഫ് ആഡറിൻ്റെ ക്യാരിയും രണ്ടാമത്തെ ഹാഫ് ആഡറിൻ്റെ ക്യാരിയും കൂടി ചേർന്നിട്ടാണ്, രണ്ടും കൂടി കൂടിയിട്ടാണ് സി ഔട്ട് കിട്ടുന്നത്. അതിൻ്റെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. അതായത് ഒരു ഫുൾ ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹാഫ് ആഡർ, ഇത് ഫസ്റ്റ് ഹാഫ് ആഡർ, ഇത് സെക്കൻഡ് ഹാഫ് ആഡർ. ഫസ്റ്റ് ഹാഫ് ആഡറിൻ്റെ അകത്ത് എന്താ 2 ഇൻപുട്ടുകൾ എയും ബിയും. ആ എയും ബിയും അതിൻ്റെ ഇത് സമ്മിൻ്റെ ലൈന്, ഇത് ക്യാരിയുടെ ലൈന്, 2 ലൈനാണുള്ളത്. ഇത് സമ്മിൻ്റെ ലൈന്, ഇത് ക്യാരിയുടെ ലൈൻ. അതിൻ്റെ അത് സമ്മിൻ്റെ ലൈനും പിന്നെ ഒരു സീൻ ഇന്നും കൂടിയാണ് നമ്മൾ രണ്ടാമത്തെ ആഡറിൻ്റെ അകത്തേക്ക് കൊടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമുക്ക് സമ്മ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാരി എന്ന് പറഞ്ഞാൽ ഈ എയുടെയും ബിയുടെയും എക്സോറിക്കൂടെ കടത്തിവിടുന്ന വാല്യൂയും ഈ സീനിനും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ക്യാരി കിട്ടുന്നത്. എന്നിട്ട് ഈ കിട്ടുന്ന ക്യാരിയും നമുക്ക് ആദ്യത്തെ ഹാഫ് ആഡറിൽ കിട്ടിയ ക്യാരിയും കൂടി ചേർന്നിട്ട് രണ്ടും കൂടി ഒരു ഓവർ ഗേറ്റിലൂടെ കടത്തിവിടുമ്പോഴാണ് ഇതിൻ്റെ ക്യാരി ഔട്ട് കിട്ടുന്നത്. അപ്പം ഫുൾ ആഡറിൻ്റെ അകത്ത്, ഫുൾ ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹാഫ് ആഡർ ഉള്ളതാണ് ഒരു ഫുൾ ആഡർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹാഫ് ആഡറിൻ്റെ അകത്തേക്ക് എയും ബിയും 2 ഇൻപുട്ടുകൾ കൊടുത്തു. ഇനി ഫുൾ ആഡർ ആവാനായിട്ട് ഒരു ഹാഫ് ആഡറും കൂടി വരച്ചിട്ട് അതിൻ്റെ ഇൻപുട്ടായിട്ട് ഇവിടെ നോക്കിയോ, ഇതൊരു ഹാഫ് ആഡർ, ഇതടുത്ത ഹാഫ് ആഡർ, ഇതിൻ്റെ ഇൻപുട്ടായിട്ട് ഇതിൻ്റെ സമ്മ് ഇതിൻ്റെ എയിലേക്ക് കൊടുത്തു. ഇതിൻ്റെ ഇവിടെ നിന്ന് വരുന്ന സീൻ ഇന്ന് ഇതിൻ്റെ ബിയിലേക്ക് കൊടുത്തു. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് നമുക്കൊരു സമ്മും ഇവിടെ കിട്ടും, ഒരു ക്യാരിയും ഇവിടെ കിട്ടും. എന്നിട്ട് രണ്ടാമത്തെ ആഡറിൻ്റെ ക്യാരിയും ആദ്യത്തെ ആഡറിൻ്റെ ക്യാരിയും കൂടി രണ്ടും കൂടി ഒരു
ഓർ ഗേറ്റിലൂടെ പോകുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തേൻ്റെ ക്യാരി ഔട്ട് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഫുൾ ആഡർ വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡീകോഡർ. ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു n നമ്പർ ഓഫ് ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ 2n നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് വരും. അതിനാണ് ഡീകോഡർ എന്ന് പറയുന്നത്. ഡീകോഡർ ഈസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് n ഇൻപുട്ട് ലൈൻസ് ആൻഡ് മാക്സിമം ഓഫ് 2n ഔട്ട്പുട്ട് ലൈൻസ്. ഇനി ഈ ഡീകോഡർ ആക്റ്റീവ് ആവുന്നതും ഡീആക്റ്റീവ് ആവുന്നതും അതിലെ എനേബിളിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. എനേബിളിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മാത്രമാണ് അത് ആക്റ്റീവ് ആവുള്ളൂ. എനേബിളിൻ്റെ വാല്യൂ ഹൈ ആണെങ്കിൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. എനേബിളിൻ്റെ വാല്യൂ ലോ ആണെങ്കിൽ അത് ആക്റ്റീവ് ആവില്ല, ആ ഡീകോഡർ ആക്റ്റീവ് ആവില്ല. കുറച്ച് ഡീകോഡറിലാണ് 2x4 ഡീകോഡർ, 3x8, 4x16. നമ്മളിതിൻ്റെ അകത്ത് ആദ്യം നോക്കണത് 2x4 ഡീകോഡർ ആദ്യം നോക്കണം. 2x4 ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻപുട്ട് ലൈൻസും 4 ഔട്ട്പുട്ട് ലൈൻസും. അതാണ് 2x4 ഡീകോഡർ. ഇൻപുട്ട് ലൈൻസ് ആണ് 2 ഇൻപുട്ട് ലൈൻ, A0യും A1ഉം. 4 ഔട്ട്പുട്ട് ലൈൻസ് Y0, Y1, Y2, Y3. ഒരു എനേബിൾ. ഈ എനേബിളിൻ്റെ വാല്യൂ അനുസരിച്ചിരിക്കും ഈ ഡീകോഡർ ഓൺ ആണോ ഓഫ് ആണോ എന്ന് തീരുമാനിക്കാൻ. ഈ എനേബിളിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മാത്രമാണ് ഈ ഡീകോഡർ ഓൺ ആവുള്ളൂ. എനേബിളിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മാത്രമാണ് ഈ ഡീകോഡർ ഓൺ ആവുള്ളൂ. എനേബിളിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ ഡീകോഡർ ഓഫായിട്ടേ ഇരിക്കത്തുള്ളൂ. ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഒരു ഡീകോഡറിൻ്റെ 2x4 ഡീകോഡറിൻ്റെ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്തൊക്കെ വേണം? ഒരു എനേബിൾ വരയ്ക്കണം. ഒരു എനേബിൾ വേണം, 2 ഇൻപുട്ട് ലൈൻസ് A0യും A1ഉം. പിന്നെ ഔട്ട്പുട്ട് ലൈൻസ് ഏതൊക്കെയാണ്? Y0, Y1, Y2, Y3. ഇനി എനേബിൾ 0 ആയിട്ടിരിക്കുന്ന കേസിൽ ആ ഡീകോഡറിൽ ഓഫാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഇൻപുട്ടായിട്ട് ഒന്നും കൊടുക്കാത്തത്. ഇനി എനേബിൾ 1 ആകുമ്പോൾ മാത്രമാണ് ആ ഡീകോഡർ ഓൺ ആവുള്ളൂ. 1 ആകുമ്പോൾ ഇൻപുട്ട് കോമ്പിനേഷൻസ് കൊടുത്തു, 0യും 0യും കൊടുത്തു. 0യും 0യും കൊടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ലൈനിലേക്ക് വരുന്നത് 0, 0, 0, 1. ഇനി ഇൻപുട്ട് കോമ്പിനേഷൻസ് 0, 1 കൊടുത്തപ്പോൾ 0, 0, 0, 1, 0. 1, 0 കൊടുത്തപ്പോൾ 0, 1, 0, 0. 1, 1 കൊടുത്തപ്പോൾ 1, 0, 0, 0, 0. ഇത്രയാണ് ഔട്ട്പുട്ട് ലൈൻസിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ആദ്യം Y0യുടെ വരയ്ക്കുക. Y0യുടെ കോമ്പിനേഷൻ ഏതൊക്കെയാണെന്ന് നോക്കുക. Y0യുടെ കോമ്പിനേഷൻസ് നോക്കുക. അതിൻ്റെ അകത്ത് ആദ്യം A0യും A1ഉം 0 വരുന്ന കേസിൽ മാത്രമാണ് ഈ Y0 ആക്ടിവേറ്റ് ആവുന്നത്. Y0 ആക്ടിവേറ്റ് ആവുന്നത്, അതായത് Y0യിൽ 1 കിട്ടുന്നത് എപ്പോഴാണ്? A0യും A1ഉം 0 ആവുന്ന കേസിൽ. അപ്പോൾ ഈ A0യും A1ഉം 0 വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ A1, A0 എന്ന് പറഞ്ഞ 2 ഇൻപുട്ട് ലൈൻസ് വരച്ചു. ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ 1ആണ്. ഇതിനെ നമുക്ക് 0 ആക്കി കിട്ടാനായിട്ട് ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ടു. നോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ടാൽ മാത്രമാണ് ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടത്തുള്ളൂ. അതായത് ഇവിടെ നമ്മൾ 1 എന്ന് പറഞ്ഞ് 2 ഇൻപുട്ട് ലൈൻ കൊടുത്തു, അതിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തിവിട്ടപ്പോൾ മാത്രമാണ് 0 എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് കിട്ടിയത്. ഇനി Y0 എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത്? A1ഉം A0യും 0യിൽ നിൽക്കുമ്പോൾ. അപ്പോൾ A1ൻ്റെ A0യുടെയും 0യുടെ ലൈൻ എത്രയാണ്? ഇതും ഇതും. ഇത് രണ്ടും പിന്നെ ഒരു എനേബിളും. ഇത്രയും കാര്യങ്ങൾ ഒരു ആൻഡ് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോഴാണ് Y0 കിട്ടുന്നത്. ഇനി അങ്ങനെ തന്നെ Y1 നോക്കുക. Y1 എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത്? Y1 ഈ കേസിൽ ആക്ടിവേറ്റ് ആവുന്നത്. Y1 ആക്ടിവേറ്റ് ആവുന്നത് എവിടെ വെച്ചാൽ A1ൽ 0യും A0യിൽ 1ഉം. A1ൽ 0, A1ൽ 0യുടെ ലൈൻ ഇതാ, A1ൻ്റെ 0 ലൈൻ ഇതാ. അപ്പോൾ A1ൽ 0 വരുന്നത് എപ്പോഴാണ്? 0 വരുമ്പോൾ ഇവിടെ എടുത്തു. ഇനി A0യിൽ 1, A0യുടെ 1ൻ്റെ ലൈൻ ഇത്. അപ്പോൾ A1ലെ 0യും A0യിലെ 1ഉം പിന്നെ ഒരു എനേബിളും. ഇത്തരം കാര്യങ്ങളാണ് Y1ന് വേണ്ടത്. അതുപോലെ തന്നെ Y2ഉം Y3യും അതുപോലെ തന്നെ വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് അതിൻ്റെ 4 ബിറ്റ് ഡീകോഡർ. ഇത്
4-ബിറ്റ് ഡീകോഡർ എന്ന് പറഞ്ഞാൽ 4 ഇൻപുട്ടുകളും 2⁴ 16 ഔട്ട്പുട്ടുകളും ഉണ്ടാവും. പിന്നെ ഉള്ളത് BCD2 ഡെസിമൽ ഡീകോഡർ. BCD2 ഡെസിമൽ ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻപുട്ടുകളും 10 ഔട്ട്പുട്ടുകളും. അതായത് BCD നമ്പേഴ്സ് 4 ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ്. അതാണ് ഈ കാണിക്കുന്നത് 4 ഇൻപുട്ട് ലൈനുകൾ. ABCD 4 ഇൻപുട്ട് ലൈനുകളും ഇനി Y0 തൊട്ട് Y9 വരെ 10 ഔട്ട്പുട്ട് ലൈനുകളും പിന്നെ ഒരു എനേബിളിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ മാത്രമാണ് ഈ ഡീകോഡർ ആക്ടിവേറ്റ് ആവുള്ളൂ. 0 ആണെങ്കിൽ ഡീആക്ടിവേറ്റ് ആവും. ഇനി അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കുകയാണെങ്കിൽ Y0 എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത്? Y0 ആക്ടിവേറ്റ് ആവുന്നത് ഇത് 4ൻ്റെ വാല്യൂ 0 ആകുമ്പോൾ അത് 4ഉം 0യിലേക്ക് കണക്ട് ചെയ്യണം. ഇത് A0 B0 C0 D0. അതായത് ഈ ആൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റിലൂടെ കടത്തി വിടുമ്പോൾ മാത്രമാണ് ഇത് 0 ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ലൈൻ 1ഉം ഈ നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ടിട്ട് കഴിഞ്ഞിട്ടുള്ള ലൈൻ 0യും. അപ്പോൾ അത് നേരെ വരച്ചാൽ മാത്രം മതി. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ ഈ 4 ഇൻപുട്ടുകളുടെ ലൈനും 4 ഇൻപുട്ടുകളുടെ ഇൻപുട്ടും 0 ആണെങ്കിൽ Y0 റെപ്രസെൻ്റ് ചെയ്യും. അത് 1 ആണെങ്കിൽ Y1 റെപ്രസെൻ്റ് ചെയ്യും. അതായത് 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ബൈനറി ആട്ടോ. 0 0 0 1 കാരണം 4ൻ്റെ ബൈനറി നോക്കിയിട്ട് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യും ഔട്ട്പുട്ട്. ഇനി അടുത്ത് BCD2 7 സെഗ്മെൻറ്റ് ഡീകോഡർ. BCD2 7 സെഗ്മെൻറ്റ് ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻപുട്ടുകളും 7 ഔട്ട്പുട്ട് ലൈൻസും. ഇൻപുട്ട് ലൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ABCDയും ഔട്ട്പുട്ട് ലൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സ്മോൾ ലെറ്റേഴ്സ് A തൊട്ട് G വരെയും. ഇത് നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യില്ല, ഓരോ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യില്ല, അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം ഇതൊക്കെ. അതായത് 4 ഇൻപുട്ടുകൾ കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരും. ഈ 1 വരുന്ന കേസിൽ മാത്രം 1 വരുമ്പോൾ മാത്രം ആ ലൈൻ മാത്രം എമിറ്റ് ചെയ്ത് നിൽക്കും ഡിസ്പ്ലേയിൽ. അല്ലാത്തത് 0 ആണെങ്കിൽ ഇങ്ങനെ എമിറ്റ് ചെയ്യാണ്ട് നിൽക്കും. അപ്പോൾ ഓരോ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. നമ്മുടെ കാൽക്കുലേറ്ററിലൊക്കെ പ്രിൻ്റ് ചെയ്യിക്കില്ല, ആ സെയിം മെത്തേഡ് തന്നെ. ഇനി എൻകോഡർ എന്ന് പറഞ്ഞാൽ ഡീകോഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് n ഇൻപുട്ട് ലൈനുകളുണ്ട്, 2⁻n ഔട്ട്പുട്ട് ലൈനുകൾ തരും. പക്ഷേ എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻n ഇൻപുട്ട് ലൈൻസും n ഔട്ട്പുട്ട് ലൈൻസിനും തരും. അതായത് മാക്സിമം 2⁻n ഇൻപുട്ട് ലൈൻസേ പാടുള്ളൂ, അതിൻ്റെ അകത്ത് n ഔട്ട്പുട്ട് ലൈൻസിന് തരും. അതാണ് എൻകോഡർ. ഇനി ഒക്ടൽ ടു ബൈനറി എൻകോഡർ നോക്കുകയാണെങ്കിൽ ഒക്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് 8. അപ്പോൾ A0 തൊട്ട് A7 വരെ, അതായത് Y0 തൊട്ട് Y7 വരെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരണതോ വെറും 3 ഔട്ട്പുട്ടുകൾ. അതായത് 2⁻n, ഇവിടെ n എന്ന് പറഞ്ഞാൽ 3. 2⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇൻപുട്ട് ലൈനുകൾ. 2⁻n ഇൻപുട്ട് ലൈനുകൾ ഉണ്ടെങ്കിൽ n ഔട്ട്പുട്ട് ലൈൻസ് കിട്ടും, അതായത് 3 ഔട്ട്പുട്ട് ലൈൻസ് കിട്ടും. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ 0 തൊട്ട് 7 വരെയുള്ള ഇൻപുട്ട് ലൈനുകൾ കൊടുത്തു, Y0 തൊട്ട് 7 വരെയുള്ള ഇൻപുട്ട് ലൈനുകൾ കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് A0 എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത്? Y1ൽ 1 കിട്ടുമ്പോഴാണ് A0 ആക്ടിവേറ്റ് ആവുന്നത്. അങ്ങനെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാം ഇത് എഴുതണം. അത് കഴിഞ്ഞിട്ട് ബൂളിയൻ ഫംഗ്ഷൻ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ A0യുടെ ബൂളിയൻ ഫംഗ്ഷൻ വരയ്ക്കാൻ പറഞ്ഞു. A0യുടെ ബൂളിയൻ ഫംഗ്ഷൻ Y1ഉം Y3ഉം Y5ഉം Y7ഉം കൂടി ഉള്ളതാണ് A0 എന്ന് പറഞ്ഞു. അപ്പോൾ A0 വരയ്ക്കാനായിട്ട് Y1ൽ നിന്ന് ഒരു ലൈൻ വരച്ചു. ഇനി അടുത്തത് Y3 വേണം. Y3 എവിടെയാണ് മാർക്ക് ചെയ്തേക്കണേ? Y3യിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കണം. Y3യിൽ നിന്നൊരു ലൈൻ വരച്ചു. ഇനി Y5ൽ നിന്നൊരു ലൈൻ വേണം. Y5ൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കണം. പിന്നെ Y7ൽ നിന്നും ഒരു ലൈൻ വരച്ചു. ഇങ്ങനെയാണ് A0 വരയ്ക്കുന്നത്, ബൂളിയൻ ഫംഗ്ഷൻ. ഇനി ഡെസിമൽ ടു BCD എൻകോഡർ. ഡെസിമൽ ടു BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ വാല്യൂസ് 10. അപ്പോൾ 10 ഇൻപുട്ടും 4 ഔട്ട്പുട്ടുകളും വരും. 10 ഇൻപുട്ടും, അതായത് 0 തൊട്ട് 9 വരെയും 4 ഇൻപുട്ട് ലൈൻ, അതാണ് BCD നമ്പർ. അത്രയാണ് BCD2
ഡെസിമൽ ടു BCD എൻകോഡർ. അടുത്ത് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലക്സർ. മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലക്സർ ഈസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് ഹാസ് മാക്സിമം ഓഫ് 2n ഡാറ്റ ഇൻപുട്ട്, n സെലക്ഷൻ ലൈൻസ് ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ. അതായത് ഒരു 2n ഇൻപുട്ട്സ് കാണും, കുറേ ഇൻപുട്ടുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ടാക്കി തരുന്നതിനാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അതിനെ മക്സ് എന്നും വിളിക്കാം. അതായത് കുറേ ഇൻപുട്ടുകൾ 2n ഇൻപുട്ടുകൾ വരിക, അതിനെ എല്ലാത്തിനെയും ഒരു സെലക്ഷൻ ലൈനുകൾ വെച്ച്, കുറച്ച് സെലക്ഷൻ ലൈനുകൾ വെച്ചിട്ട് അതിനെ സെലക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ടിന് തരുന്നതിനാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. 4x1 മൾട്ടിപ്ലക്സർ നമ്മൾ നോക്കണേ. 4x1 എന്ന് പറഞ്ഞാൽ 4 ഇൻപുട്ട് ലൈനുകളും ഒരു ഔട്ട്പുട്ട് ലൈനും. മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇൻപുട്ട് ലൈനുകളെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഔട്ട്പുട്ട് ആക്കണം, അതിനെയാണ് മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. ഇനി 4x1 മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡാറ്റ ഇൻപുട്ടുകളും ഒരൊറ്റ ഔട്ട്പുട്ടാണ് Y. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഈ 4 ഇൻപുട്ടുകളെ സെലക്ട് ചെയ്യാനായിട്ടൊരു സെലക്ഷൻ ലൈൻ ഉപയോഗിക്കുന്നുണ്ട്. ആ സെലക്ഷൻ ലൈനുകളാണ് S1ഉം S0യും. ഈ സെലക്ഷൻ ലൈനുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ 4 ഇൻപുട്ടുകളുണ്ട്, 4 ഇൻപുട്ടുകളെ കമ്പൈൻ ചെയ്തിട്ട്, അതായത് 4 ഇൻപുട്ടുകളിൽ ഏതിനെ എടുത്തിട്ടാണോ നമ്മൾ ഔട്ട്പുട്ട് ആക്കേണ്ടത്, ആ ഏതിനെയാണോ നമ്മൾ ഈ 4 ഇൻപുട്ട് ലൈനുകളിൽ നിന്ന് ഏതാണോ നമുക്ക് എടുക്കേണ്ട ഏതാണ് എന്ന് തീരുമാനിക്കേണ്ടത് 2 ലൈനുകളാണ് S1ഉം S0യും. അതാണ് നമ്മളുടെ സെലക്ഷൻ ലൈനുകൾ. One of these 4 inputs will be connected to the output based on the combination of inputs present at these 2 selection line. ഈ 2 സെലക്ഷൻ ലൈനുകളിലുള്ള നമ്മളുടെ കോമ്പിനേഷൻ അനുസരിച്ചാണ് നമ്മളുടെ ഈ ഇൻപുട്ടിനെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ സെലക്ഷൻ ലൈനിൽ S1ഉം 0 S0യും 0 ആണെങ്കിൽ നമുക്ക് സെലക്ട്, ഇത് രണ്ടും 0 ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് I0 ആണ്. I0 എന്ന് പറഞ്ഞ ഇൻപുട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ആ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് അന്നേരം Yയിൽ കിട്ടുന്നത്. എല്ലാം ഈ സെലക്ഷൻ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി സെലക്ഷൻ ലൈനിൽ അടുത്ത് നോക്ക്, 0യും 1ഉം ആണെങ്കിൽ S1 0യും S0 1ഉം ആകുന്ന കേസിൽ S1 0യും S0 1ഉം ആവുന്ന കേസിൽ നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് I1ൻ്റെ ഇൻപുട്ട് എടുക്കണ്ടേ. I1ൻ്റെ ഇൻപുട്ട് എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിന് Yയിൽ കിട്ടും. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കിക്കോ. അടുത്ത കോമ്പിനേഷൻ ഏതാ? 0 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 0യും 0 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 0യാണ് വരേണ്ടത്. 1 0 വന്നു. 1 0 വന്നു കഴിഞ്ഞാൽ I2 എടുക്കണ്ടേ. 1 0 വന്നു കഴിഞ്ഞാൽ I2 എടുത്തു. I2 എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിന് Yയിൽ കിട്ടും. ഇനി അടുത്തൊരു കോമ്പിനേഷനും കൂടി ഉണ്ട്, 1 1. 1 1 വന്നു കഴിഞ്ഞാൽ I3നെ എടുക്കണം. I3 എന്ന് പറഞ്ഞ ഇൻപുട്ടിനെ എടുക്കണം. അതിനിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ Yയിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് വരുന്നത്. അതായത് സെലക്ഷൻ ലൈനെ ബേസ് ചെയ്തിട്ട് 0യും 0 ആണെങ്കിൽ I0, 0 1 ആണെങ്കിൽ I1, അങ്ങനെ. ഇനി ആ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ബൂളിയൻ ഫംഗ്ഷൻ നമ്മളുടെ ലോജിക്കൽ ഡയഗ്രാം ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് സുഖമായിട്ട് വരയ്ക്കാം. I0യുടെ ആദ്യം എഴുതുക. I0 എപ്പോഴാണ് വരുന്നത്? S1 ബാർ, S1 കോംപ്ലിമെൻറ്റ്, അതായത് ഇവിടെ 0 ആയതുകൊണ്ട് S1 കോംപ്ലിമെൻ്റ് എന്ന് പറയും. S1 കോംപ്ലിമെൻറ്റ് ഇൻറ്റു S0 കോംപ്ലിമെൻറ്റ് പിന്നെ I0യും. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് നമുക്ക് I0 കിട്ടത്തുള്ളൂ. നമുക്ക് ഔട്ട്പുട്ടായിട്ട് I0 കിട്ടത്തുള്ളൂ. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഔട്ട്പുട്ടായിട്ട് I0 കിട്ടത്തുള്ളൂ. പിന്നെ ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഔട്ട്പുട്ടായിട്ട് I1 കിട്ടത്തുള്ളൂ. ഇതിനെല്ലാം കൂട്ടണം. ഇതിനെല്ലാം കൂട്ടിയിട്ട് അത് നമുക്കൊരു ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും വെച്ചിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. ഈ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യണത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 1 അതിൻ്റെ 0 കിട്ടാനായിട്ടാണ്, കോംപ്ലിമെൻറ്റ് കിട്ടാനായിട്ടാണ് ഈ നോട്ട് ഗേറ്റ് യൂസ് ചെയ്യണത്. Data can be selected from any one of the input line. This circuit is also referred as a data selector. ഇതിനെ ഡാറ്റ സെലക്ടർ എന്ന് വിളിക്കാം. ഇനി ഡീമൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൾട്ടിപ്ലക്സറിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഡീമൾട്ടിപ്ലക്സർ.
ഡീമൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ സിംഗിൾ ഇൻപുട്ട്. നമ്മൾ മൾട്ടിപ്ലക്സറിൽ പറഞ്ഞു 2n ഇൻപുട്ട് ആണെങ്കിൽ ഒരൊറ്റ ഔട്ട്പുട്ട്, അതായത് ഒരു n ഔട്ട്പുട്ട്. പക്ഷെ നമ്മളുടെ ഡീമൾട്ടിപ്ലക്സറിലാണെങ്കിലോ ഒരൊറ്റ ഇൻപുട്ടും 2n ഔട്ട്പുട്ടും തരുന്നതിനെയാണ് നമുക്ക് ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1x4 ഡീമൾട്ടിപ്ലക്സർ. 1x4 ഡീമൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇൻപുട്ട്, I എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഇൻപുട്ട് മാത്രം, 2 സെലക്ഷൻ ലൈനുകൾ. സെലക്ഷൻ ലൈൻ എന്തിനാണ്? നമുക്ക് ഇൻപുട്ടിനെ സെലക്ട് ചെയ്യാനായിട്ട്, S1ഉം S0യും. ഇനി 4 ഔട്ട്പുട്ട് ലൈനുകൾ. 4 ഔട്ട്പുട്ട് ലൈനുകളാണ് Y0, Y1, Y2, Y3. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഇൻപുട്ട്, 4 ഔട്ട്പുട്ടുകൾ, 2 സെലക്ഷൻ ലൈൻ, ഒരു ഡീമൾട്ടിപ്ലക്സർ. അതായത് ഒരൊറ്റ ഇൻപുട്ടിനെ ഡീമൾട്ടിപ്ലക്സറിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുമ്പോൾ 4 ഔട്ട്പുട്ട് കിട്ടും. ഈ ഇൻപുട്ടിനെ സെലക്ട് ചെയ്യാനായിട്ടാണ് 2 സെലക്ഷൻ ലൈനുകൾ ഉപയോഗിക്കുന്നത്. ഇനി ദ സിംഗിൾ ഇൻപുട്ട് I will be connected to one of the 4 outputs Y3 to Y0 based on the values of selection lines S1 and S0. നമ്മുടെ ഈ S1ഉം S0യിലുള്ള വാല്യൂസ് വെച്ചിട്ട് ഈ ഇൻപുട്ട് ഏത് ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ 2 സെലക്ഷൻ ലൈനുകളാണ്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ സെലക്ഷൻ ലൈനുകളുടെ കോമ്പിനേഷൻ എഴുതി. സെലക്ഷൻ ലൈനുകളുടെ കോമ്പിനേഷൻ 00, 01, 10, 11. സെലക്ഷൻ ലൈനിൽ 00 ആണെങ്കിൽ Y0 ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ. ഇനി സെലക്ഷൻ ലൈനിൽ 01 ആണെങ്കിൽ Y1 ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടത്തുള്ളൂ. ഇനി 10 ആണെങ്കിൽ Y2 ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇനി 11 ആണെങ്കിൽ Y3 ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നമ്മളുടെ സെലക്ഷൻ ലൈനെ ബേസ് ചെയ്തിരിക്കും ഏത് ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബൂളിയൻ ഫംഗ്ഷൻ എഴുതുവാണെങ്കിൽ Y0യുടെ ബൂളിയൻ ഫംഗ്ഷൻ എഴുതിക്കും. Y0 എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത്? നമ്മളുടെ S1 0 ആകുമ്പോഴും S0 0 ആകുമ്പോഴും. S1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോംപ്ലിമെൻറ്റാണ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണ്ടേ? S1 കോംപ്ലിമെൻറ്റ് ഇൻറ്റു S0 കോംപ്ലിമെൻറ്റ് പിന്നെ ഒരു ഇൻപുട്ടും, ഇത്രയും കൊടുക്കുമ്പോഴാണ് Y0 ആക്ടിവേറ്റ് ആവുന്നത്. Y1 എപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത് പറഞ്ഞ്? S1 0യിലും S1 0യിലും S0 1ലും. അപ്പോൾ S1 കോംപ്ലിമെൻറ്റ്, അതായത് S1 ബാർ ഇൻറ്റു S0 പിന്നെ ഒരു ഇൻപുട്ട് I, അത്രയും കിട്ടുമ്പോഴാണ്, അതായത് S1 ബാറ് S0 പിന്നെ ഒരു ഇൻപുട്ട്, ഇത്രയും കിട്ടുമ്പോഴാണ് Y1 ആക്ടിവേറ്റ് ആവുന്നത്. ഇങ്ങനെയല്ല എഴുതുക. എന്നിട്ട് അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുക, സർക്യൂട്ട് ഡയഗ്രാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ആഡർ 8x1 മൾട്ടിപ്ലക്സർ വെച്ചിട്ട് വരയ്ക്കാനാണ് നോക്കുന്നത്. ഒരു ഫുൾ ആഡർ എന്ന് പറഞ്ഞാൽ 2 ഹാഫ് ആഡേഴ്സ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിന് 3 ഇൻപുട്ട് ലൈനുകളുണ്ട്. 3 ഇൻപുട്ട് ലൈനുകൾ ഏതൊക്കെയാണ്? എയും ബി എന്ന് പറഞ്ഞ 2 ഇൻപുട്ടും പിന്നെ ഒരു സി ഇന്നും, അതായത് ഒരു ക്യാരി ഇന്നും. അതാണ് ഈ 3 ഇൻപുട്ട് ലൈനുകൾ. ഈ 3 ഇൻപുട്ട് ലൈനുകൾ ഒരു ഫുൾ ആഡറിൽ കൂടെ കടത്തി വിടുമ്പോൾ 2 എണ്ണം കിട്ടും. ഒരു സമ്മും കിട്ടും, ഒരു ക്യാരിയും കിട്ടും. നമ്മൾ ഇതിൻ്റെ അകത്ത് n എന്ന് പറഞ്ഞാൽ 3 അപ്പോൾ 2n, അതായത് 8 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ചു. ട്രൂത്ത് ടേബിളാണിത്. ഇനി ബാക്കിയെല്ലാം ട്രൂത്ത് ടേബിളിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ട്രൂത്ത് ടേബിൾ വരച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ എത്ര ഇൻപുട്ട് ലൈനുകൾ വരാമെന്ന് നോക്കുക. ഇതിൻ്റെ അകത്ത് 3 n എന്ന് പറഞ്ഞാൽ 3 അതായത് 3 ഇൻപുട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത് നമ്മളുടെ 2n, അതായത് 2/3, 8 ഇൻപുട്ടുകളാണ് കൊടുക്കേണ്ടത്. ഇനി നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻസ് n ആണ് സെലക്ഷൻ ലൈൻസ്. ഇവിടെ സെലക്ഷൻ ലൈൻസ് 3 അതുകൊണ്ടാണ് A, B, C 3 സെലക്ഷൻ ലൈൻസ് കൊടുത്തു. ഇനി നമ്മൾ സമ്മിൻ്റെ എഴുതാൻ നേരത്ത് ഈ 1, 2, 4, 7 ഇത് എഴുതിയേക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ 1, അതായത് നമുക്ക്
എവിടെയാണോ ഈ സമ്മ് ആക്റ്റീവ് ആവുന്നത്, എവിടെയാണോ ഈ സമ്മ് ഹൈ ആവുന്നത്, അതായത് 1 വരുന്നത്, ആ സ്ഥലത്തിൻ്റെ ഡെസിമൽ, ആ സ്ഥലത്തിൻ്റെ നമ്പറുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. അതായത് എസ് എൽ നമ്പർ 1-ലെത്തുമ്പോൾ ഇതൊന്ന് ഹൈ ആവുന്നുണ്ട്, ആ 1 അവിടെ എഴുതി. 2-ലെത്തുമ്പോൾ ഈ സമ്മ് ഹൈ ആവുന്നുണ്ട്, അതുകൊണ്ട് 2 എഴുതി. 3-ലെത്തുമ്പോൾ ഈ സമ്മ് ഹൈ ആകുന്നില്ല, അതുകൊണ്ട് 3 അവിടെ എഴുതിയില്ല. അങ്ങനെ ഫുൾ എഴുതി. ഇനി ക്യാരിയുടെ അങ്ങനെ തന്നെ, ക്യാരിയുടെയും 1 വരുന്ന സ്ഥലം അവിടെ എഴുതണം. 3 എഴുതി, 1 വരുന്ന സ്ഥലം. പിന്നെ 1 വരുന്നു, 5-ൽ 1 വരുന്നുണ്ട്, 6-ൽ 1 വരുന്നുണ്ട്, 7-ൽ 1 വരുന്നുണ്ട്, അതെല്ലാം അവിടെ എഴുതി. ഇനി ഇൻപുട്ട് ലൈനുകൾ എഴുതി. ഇത് സമ്മിൻ്റെ മൾട്ടിപ്ലക്സറാണ്. ഇത് സമ്മിൻ്റെ മൾട്ടിപ്ലക്സറാണിത്. സമ്മിൻ്റെ മൾട്ടിപ്ലക്സറിൻ്റെ അകത്ത് ഇതിൻ്റെ ഇൻപുട്ടുകളായിട്ട് നമ്മളുടെ ഇവിടെ എഴുതിയിരിക്കുന്ന അതേപടി തന്നെ ഇൻപുട്ടുകളായിട്ട് കൊടുത്തു. 0 1 1 0 1 0 0 1 സെലക്ഷൻ ലൈൻ ABC എന്ന് പറഞ്ഞു കൊടുത്തു. ഇതാണ് 8x1 മൾട്ടിപ്ലക്സർ. എന്തിൻ്റെ മൾട്ടിപ്ലക്സർ? നമ്മളുടെ ഫുൾ ആഡർ വെച്ചിട്ട് 8x1 മൾട്ടിപ്ലക്സറാണിത്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരു സമ്മ് മാത്രം. സെയിം മെത്തേഡ് തന്നെ ക്യാരിയുടെ ഇവിടെയുള്ള ഈ കോളത്തിലുള്ള ക്യാരികൾ ഇവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു. 0 0 0 0 1 0 1 1 1. ഇതിൻ്റെ സെലക്ഷൻസായിട്ട് ABSC കൊടുത്തു, സെലക്ടേഴ്സായിട്ട്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരു ക്യാരി വരും. ഇതിന് രണ്ടിനും എനേബിൾ കൊടുക്കണം. ഈ എനേബിൾ 1 ആകുമ്പോൾ മാത്രമാണ് ഈ മൾട്ടിപ്ലക്സർ ആക്റ്റീവ് ആവുള്ളൂ. എനേബിൾ 0 ആണ് ഈ മൾട്ടിപ്ലക്സർ ആക്റ്റീവ് ആവത്തില്ല. ഓക്കെ.